ഏവർക്കും എൽഷദായ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് എടുക്കുന്നത് 10th ലെവൽ പ്രിലിംസ് അതുപോലെ +2 ഡിഗ്രി ലെവലൊക്കെ മെയിൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ സിലബസ് വൈസ് ഓരോ ടോപ്പിക് എടുത്ത് പഠിക്കുന്നതോടൊപ്പം തന്നെ കറണ്ട് അഫെയർസും കൂടെ നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വളരെയധികം മാർക്കിന് കറണ്ട് അഫെയർസ് ഇപ്പോൾ വളരെയധികം പ്രാധാന്യമാണ് പരീക്ഷകൾക്കൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മിസ് ചെയ്യാതെ തന്നെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ്. കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമുക്ക് കറണ്ട് അഫെയർസ് ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാം. ഈശ്വര പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2021 വിശ്വസുന്ദരി പട്ടം നേടിയ ഇന്ത്യക്കാരി. 2021 വിശ്വസുന്ദരി പട്ടം നേടിയ ഇന്ത്യക്കാരിയാണ് ഹർനാസ് സന്ധു. ഹർനാസ് സന്ധുവിനാണ് 2021 വിശ്വസുന്ദരി പട്ടം നേടിയത്. അവരുടെ പേരോർത്ത് വയ്ക്കുക, ഹർനാസ് സന്ധു. സുസ്മിതാ സെൻ 1994 ലാറ ദത്ത 2000 എന്നിവരാണ് ഇതിനു മുമ്പ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരെന്ന് പറയുന്നത്. അപ്പോൾ 1994 സുസ്മിതാ സെൻ ഈ ഒരു വിശ്വസുന്ദരി പട്ടം ലഭിച്ചിട്ടുള്ളത്. പിന്നീട് ലാറ ദത്തയ്ക്കാണ് അവർക്ക് 2000. അപ്പോൾ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2021 വിശ്വസുന്ദരി പട്ടം നേടിയ ഇന്ത്യക്കാരിയായ ഹർനാസ് സന്ധു ചണ്ഡീഗഡ് സ്വദേശിനിയാണ്. പഞ്ചാബിലെ ചണ്ഡീഗഡ് സ്വദേശിനിയാണ് 21കാരിയായ ഹർനാസ്. അപ്പോൾ 2021 വിശ്വസുന്ദരി പട്ടം നേടിയ ഇന്ത്യക്കാരിയാണ് ഹർനാസ് സന്ധു. അപ്പോൾ ഈ ഒരൊറ്റ വട്ടം കേട്ട് പോകുന്നതോടൊപ്പം തന്നെ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. നമ്മൾ മാക്സിമം മനസ്സിൽ മെമ്മറിയിൽ വെക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് തവണ കറണ്ട് അഫെയർസ് ഒന്നും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള ഒരു സമയം നമ്മുടെ മുമ്പിലില്ല. ഏറ്റവും അടുത്ത് തന്നെ 10th ലെവൽ പ്രിലിംസ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾ ഒരു വട്ടം കേട്ടാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ മെമ്മറിയിൽ നിൽക്കും. അപ്പോൾ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ക്ലാസ് കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എത്രാമത് JC ഡാനിയൽ പുരസ്കാരമാണ് P ജയചന്ദ്രന് ലഭിച്ചത്? 28ാമത് JC ഡാനിയൽ പുരസ്കാരമാണ് P ജയചന്ദ്രന് ലഭിച്ചത്. എത്രാമത് JC ഡാനിയൽ പുരസ്കാരമാണ് P ജയചന്ദ്രന് ലഭിച്ചത്? എത്രാമത് JC ഡാനിയൽ പുരസ്കാരമാണ് P ജയചന്ദ്രന് ലഭിച്ചത്? 28ാമതാണ്. അപ്പോൾ ഇതൊരു 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2019 ജേതാവ് എന്ന് പറയുന്നത് ഹരിഹരനാണ്. 2019 ഇതിൻ്റെ ജേതാവ് ഹരിഹരനാണ്. അപ്പോൾ ഇതിൻ്റെ 28ാമത് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? P ജയചന്ദ്രനാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. റീസെൻ്റായിട്ട് ആർക്കാണ്? ജയചന്ദ്രനാണ്. 2019 ഈ ഒരു JC ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഹരിഹരനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൊറോണ വൈറസിൻ്റെ ഒമിക്രോൺ വകഭേദം ബാധിച്ചുള്ള ആദ്യ മരണം സംഭവിച്ചത് ഏത് രാജ്യത്താണ്? ബ്രിട്ടനിലാണ്. കൊറോണ വൈറസിൻ്റെ ഒമിക്രോൺ വകഭേദം ബാധിച്ചുള്ള ആദ്യ മരണം സംഭവിച്ചത് ഏത് രാജ്യത്താണ്? ബ്രിട്ടനിലാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് PSCയുടെ പരീക്ഷകളിലൊക്കെ കൊറോണയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് റീസെൻ്റ് ആയിട്ടുള്ള ഒരു പാൻഡമിക് ആയിട്ടുള്ള രോഗമായതുകൊണ്ട് തന്നെ മിക്ക പരീക്ഷകളിലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊറോണയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? കൊറോണ വൈറസിൻ്റെ ഒമിക്രോൺ വകഭേദം ബാധിച്ചുള്ള ആദ്യ മരണം സംഭവിച്ചത് ഏത് രാജ്യത്താണ്? ബ്രിട്ടനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാരണാസിയിൽ കാശി വിശ്വനാഥ ക്ഷേത്ര സമുച്ചയത്തെയും ഗംഗ നദിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയുടെ പേരാണ് കാശിധാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. എന്താണ്? വാരണാസിയിൽ കാശി വിശ്വനാഥ ക്ഷേത്ര സമുച്ചയത്തെയും ഗംഗ നദിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയുടെ പേരാണ് കാശിധാം. അപ്പോൾ പേരിൽ തന്നെയുണ്ട്, നമുക്ക് ഡൗട്ടില്ല. അപ്പോൾ ഏത് നദിയുമായിട്ടാണെന്നുള്ളത്? ഗംഗാ നദി ആയിട്ടുള്ളതാണെന്ന് ഓർത്ത് വയ്ക്കുക. വാരണാസിയിൽ കാശി വിശ്വനാഥ ക്ഷേത്ര സമുച്ചയത്തെയും ഗംഗാ നദിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയുടെ പേരാണ് കാശിധാം. ബനാറസ്, കാശി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന വാരണാസി ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. എന്താ പറയുന്നത്? ബനാറസ്, കാശി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന വാരണാസി ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനമെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ യുനിസെഫിൻ്റെ പുതിയ മേധാവി ആരാണ്?
കാതറിൻ റാസലാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ യുനിസെഫിൻ്റെ പുതിയ മേധാവിയാണ് കാതറിൻ റസൽ. അപ്പോൾ യുനിസെഫിൻ്റെ പുതിയ മേധാവി ആരാണ്? ഓർത്ത് വയ്ക്കുക, കാതറിൻ റസലാണ്. 2021 ഡിസംബറിൽ ബഹിരാകാശത്തെത്തിയ 74-കാരിയായ ലോറ ഷെപ്പേർഡ് ചർച്ചിലിയുടെ പ്രാധാന്യം എന്തായിരുന്നു? 2021 ഡിസംബറിൽ ബഹിരാകാശത്തെത്തിയ 74-കാരിയായ ലോറ ഷെപ്പേർഡ് ചർച്ചിലിയുടെ പ്രാധാന്യം എന്തായിരുന്നു? ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കക്കാരനായ അലൻ ഷെപ്പേർഡിൻ്റെ മകളാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? 2021 ഡിസംബറിൽ ബഹിരാകാശത്തെത്തിയ 74-കാരിയായ ലോറ ഷെപ്പേർഡ് ചർച്ചിലിയുടെ പ്രാധാന്യം എന്തായിരുന്നു? ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കക്കാരനായ അലൻ ഷെപ്പേർഡിൻ്റെ മകളാണ് ലോറ ഷെപ്പേർഡ്. അപ്പോൾ 2021 ഡിസംബറിലാണ് ബഹിരാകാശത്തെത്തിയത്. ഇവർക്ക് 74 വയസ്സായിരുന്നു ഈ ഒരു ലോറ ഷെപ്പേർഡ്. അപ്പോൾ ഇവരുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്ത് ആദ്യമായി എത്തിയ അമേരിക്കക്കാരനായ അലൻ ഷെപ്പേർഡിൻ്റെ മകളാണ് ഇവർ. അച്ഛൻ്റെ പേരുള്ള ന്യൂ ഷെപ്പേർഡ് പേടകത്തിലായിരുന്നു ഇവരുടെ യാത്ര. 1971 അപ്പോളോ 14 ദൗത്യത്തിലൂടെ ചന്ദ്രനിൽ കാലുകുത്തിയ 5ാമത്തെ അമേരിക്കക്കാരൻ കൂടിയാണ് അലൻ ഷെപ്പേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം വേണ്ടെന്ന് ഏത് ദ്വീപുവാസികളാണ് ജനഹിത പരിശോധനയിലൂടെ അഭിപ്രായപ്പെട്ടത്? ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം വേണ്ടെന്ന് ഏത് ദ്വീപുവാസികളാണ് ജനഹിത പരിശോധനയിലൂടെ അഭിപ്രായപ്പെട്ടത്? ന്യൂ കാലിഡോണിയയിലെ നിവാസികളാണ്. ന്യൂ കാലിഡോണിയയിലെ ആ ഒരു ദ്വീപുവാസികളാണ് ജനഹിത പരിശോധനയിലൂടെ തങ്ങൾക്ക് ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം വേണ്ടെന്ന് അഭിപ്രായപ്പെട്ടത്. ഏതാണ്? ന്യൂ കാലിഡോണിയയിലെ ദ്വീപുവാസികളാണ് ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം വേണ്ടെന്ന് അവരുടെ ആ ഒരു ജനഹിത പരിശോധനയിലൂടെ അഭിപ്രായപ്പെട്ടത്. ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ ഏതാനും ദ്വീപുകളടങ്ങുന്ന പ്രദേശമാണ് ന്യൂ കാലിഡോണിയ. 1853 ഈ ഒരു പ്രദേശം ഫ്രഞ്ച് കോളനിയാക്കപ്പെട്ടത്. അപ്പോൾ എന്താണ്? ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ ഏതാനും ദ്വീപുകളടങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു ന്യൂ കാലിഡോണിയ. ഈ ഒരു ദ്വീപുവാസികളാണ് എന്തെന്ന് പറയുന്നത്? ഫ്രാൻസിൽ നിന്ന് തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്ന് ജനഹിത പരിശോധനയിലൂടെ അവരുടെ അഭിപ്രായം അറിയിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു ന്യൂ കാലിഡോണിയ 1853 ഫ്രഞ്ച് കോളനിയാക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കരനാവിക വ്യോമ സേനകളുടെ സമന്വയം സുഗമമാക്കാനായി രൂപവൽക്കരിച്ച ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? എം നരവണെ ആണ്. എന്താണ്? ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകളുടെ സമന്വയം സുഗമമാക്കാനായി രൂപവൽക്കരിച്ച ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി CSC ആണ്. ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി CSCയുടെ ചെയർമാൻ ആരാണ്? എം നരവണെ ആണ്. സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് അന്തരിച്ചതിനെ തുടർന്ന് പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കും വരെയുള്ള സംവിധാനം എന്ന നിലയിലാണ് ഈ ഒരു നിയമനം. അപ്പോൾ സംയുക്ത സേനാ മേധാവിയായിരുന്ന ബിപിൻ റാവത്ത് അന്തരിച്ചതിനെ തുടർന്നാണ് പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കും വരെയുള്ളൊരു സംവിധാനം എന്ന നിലയിലാണ് ഈ ഒരു നിയമനം. ഏത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ സുവർണ ജൂബിലി പരേഡിലാണ് ഇന്ത്യയിൽ നിന്നുള്ള 122 അംഗ സൈനിക സംഘം പങ്കെടുത്തത്? ബംഗ്ലാദേശിൽ നിന്നാണ്. ഏത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ സുവർണ ജൂബിലി പരേഡിലാണ് ഇന്ത്യയിൽ നിന്നുള്ള 122 അംഗ സൈനിക സംഘം പങ്കെടുത്തത്? അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ സുവർണ ജൂബിലി പരേഡിലാണ് ഇന്ത്യയിൽ നിന്നും 122 അംഗ സൈനിക സംഘം പങ്കെടുത്തത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആയിരുന്നു ധാക്കയിൽ നടന്ന വിജയദിന പരേഡിലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത്. രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ആയിരുന്നു ധാക്കയിൽ നടന്ന വിജയദിന പരേഡിലെ മുഖ്യ അതിഥി. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂട്ടാൻ സർക്കാരിൻ്റെ ഏത് പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്? ഓർഡർ ഓഫ് ദി ഡ്രക് ഗ്യാൽപോ ആണ്. ഭൂട്ടാൻ സർക്കാരിൻ്റെ ഏത് പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലഭിച്ചത്? ഏതാണ്? ഓർഡർ ഓഫ് ദി ഡ്രക് ഗ്യാൽപോ എന്ന ആ ഒരു ബഹുമതിയാണ് ഭൂട്ടാൻ സർക്കാരിൻ്റെ ആ ഒരു പരമോന്നത സിവിലിയൻ ബഹുമതിയാണത്. പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണത് ലഭിച്ചത്.
ഭൂട്ടാൻ്റെ 114ാമത് ദേശീയ ദിനത്തിൽ രാജാവ് ജിഗ്മെ ഖേസർ നംഗ്യാൽ വാങ്ചുക്കാണ് ഈ ഒരു ബഹുമതി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ ഒരു ഭൂട്ടാൻ്റെ 114ാമത് ദേശീയ ദിനത്തിൽ രാജാവ് ജിഗ്മെ ഖേസർ നാംഗ്യാൽ വാങ്ചുക്കാണ് ഈ ഒരു ബഹുമതി പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക പദവി അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ഉത്സവാഘോഷം ഏതാണ്? അപ്പോൾ 2021 ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക പദവി അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ഉത്സവാഘോഷമാണ് കൊൽക്കത്തയിലെ ദുർഗാപൂജയാണ്. ഏഷ്യയിൽ ഈ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഉത്സവമാണിത്. ഏഷ്യയിൽ ഈ ഒരു യുനെസ്കോയുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഉത്സവമാണ് കൊൽക്കത്തയിലെ ദുർഗാപൂജ. അപ്പോൾ 2021 ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക പദവി അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ഉത്സവാഘോഷം ഏതാണ്? കൊൽക്കത്തയിലെ ദുർഗാ പൂജയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? നഫ്താലി ബെന്നറ്റാണ്. നഫ്താലി ബെന്നറ്റാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. നഫ്താലി ബെന്നറ്റ്. 12 വർഷം ദീർഘിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് 8 പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപവത്കരിച്ച ഐക്യ സർക്കാർ 2021 ജൂലൈയിൽ അധികാരമേറ്റത്. അപ്പോൾ 12 വർഷം ദീർഘിപ്പിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് 8 പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപവത്കരിച്ച ഐക്യ സർക്കാർ 2021 ജൂലൈയിൽ അധികാരമേറ്റത്. ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? നഫ്താലി ബെന്നറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാർഷിക മേഖലയിലെ മൂലധന രൂപവത്കരണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി കെയ്ക്ക് ആണ്. CAIK, കോപ്പറേറ്റീവ് ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ കേരള ആണ് ഇതിൻ്റെ ഫുൾ ഫോം. എന്താണ്? കാർഷിക മേഖലയിലെ മൂലധന രൂപവത്കരണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. കാർഷിക മേഖലയിൽ എന്താണ് ആ ഒരു മൂലധന രൂപവത്കരണത്തിന് നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെയ്ക്ക്, കോപ്പറേറ്റീവ് ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ കേരള എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. CAIK എന്ന് ഓർത്ത് വയ്ക്കുക. കേരള ബാങ്ക് മുഖേനയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ കെയ്ക്ക് എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? കേരള ബാങ്ക് മുഖേനയാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാട് ആസൂത്രണ സമിതി അംഗമായി നിയമിക്കപ്പെട്ട ഡോക്ടർ നർത്തകി നടരാജ് ഏതു നിലയിലാണ് ശ്രദ്ധ നേടിയത്? ഒരു സംസ്ഥാനത്തെ ആസൂത്രണ സമിതി അംഗമായ ആദ്യ ട്രാൻസ്ജെൻഡറാണ് ഇവർ. എന്താണ്? തമിഴ്നാട് ആസൂത്രണ സമിതി അംഗമായി നിയമിക്കപ്പെട്ട ഡോക്ടർ നർത്തകി നടരാജ് ഏതു നിലയിലാണ് ശ്രദ്ധ നേടിയത്? ഒരു സംസ്ഥാനത്തെ ആസൂത്രണ സമിതി അംഗമായ ആദ്യ ട്രാൻസ്ജെൻഡറാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പത്മ പുരസ്കാര ജേതാവ് കൂടിയാണ്. ഇവർക്ക് ഭരതനാട്യത്തിനാണ് 2019 ഒരു പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ജൂൺ 8 ആചരിച്ച ലോക സമുദ്ര ദിനത്തിൻ്റെ വിഷയം എന്തായിരുന്നു? ഓഷ്യൻ ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ്സ് എന്തായിരുന്നു? 2021 ജൂൺ 8 ആചരിച്ച ലോക സമുദ്ര ദിനത്തിൻ്റെ വിഷയം എന്തായിരുന്നു? ഓഷ്യൻ ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ്സ് എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കനൽ ആണ്. സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനൽ. അടുത്ത ക്വസ്റ്റ്യൻ, 2020 സെപ്റ്റംബർ 25 ചെന്നൈയിൽ അന്തരിച്ച വിഖ്യാത ഗായകനായ SP ബാലസുബ്രഹ്മണ്യം ജനിച്ചത് എവിടെയാണ്? നെല്ലൂരിലെ കോനോട്ടമ്മ പേട്ട ഗ്രാമത്തിലാണ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലെ കോനോട്ടമ്മ പേട്ട ഗ്രാമത്തിലാണ് ഈ ഒരു SP ബാലസുബ്രഹ്മണ്യം ജനിച്ചത്. ഏറ്റവും കൂടുതൽ പിന്നണി ഗാനങ്ങൾ ആലപിച്ച ഗായകൻ എന്ന ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്.
പാടുന്ന നിലാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. എന്താണ് പാടും നില, അപ്പോൾ പാടുന്ന നിലാവ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഗായകൻ കൂടിയാണ് SP ബാലസുബ്രഹ്മണ്യം. അദ്ദേഹം ജനിച്ചത് ആന്ധ്രാപ്രദേശിൽ നെല്ലൂരിലെ കോനോട്ടമ്മ എന്ന പേട്ട ഗ്രാമത്തിലാണ്. കോനോട്ടമ്മപേട്ട എന്ന ഗ്രാമത്തിലാണ്, ആന്ധ്രാപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹം ആ ഒരു ഏറ്റവും കൂടുതൽ പിന്നണി ഗാനങ്ങൾ ആലപിച്ച ഗായകൻ എന്ന ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അദ്ദേഹം എന്താണ് പാടും നില എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ രാഷ്ട്ര തലവന്മാരിൽ നിന്ന് ഉടൻ നടപടി ആവശ്യപ്പെട്ട് 2020 സെപ്റ്റംബർ 25 ലോകമെമ്പാടും സ്കൂൾ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ സമരത്തിൻ്റെ പേരെന്താണ്? ഫ്രൈഡേയ്സ് ഫോർ ഫ്യൂച്ചർ എന്നാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ രാഷ്ട്ര തലവന്മാരിൽ നിന്ന് ഉടൻ നടപടി ആവശ്യപ്പെട്ട് 2020 സെപ്റ്റംബർ 25 ലോകമെമ്പാടും സ്കൂൾ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ സമരത്തിൻ്റെ പേരാണ് ഫ്രൈഡേയ്സ് ഫോർ ഫ്യൂച്ചർ. ഫ്രൈഡേയ്സ് ഫോർ ഫ്യൂച്ചർ എന്നാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ രാഷ്ട്ര തലവന്മാരിൽ നിന്ന് ഉടൻ നടപടി ആവശ്യപ്പെട്ട് 2020 സെപ്റ്റംബർ 25 ലോകമെമ്പാടും സ്കൂൾ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ സമരത്തിൻ്റെ പേരാണ് ഫ്രൈഡേയ്സ് ഫോർ ഫ്യൂച്ചർ. സ്വീഡിഷ് പാർലമെൻറ്റിന് മുന്നിൽ ആരംഭിച്ച സമരത്തിന് നേതൃത്വം നൽകിയത് പരിസ്ഥിതി പ്രവർത്തകനായ ഗ്രേറ്റ ത്യുൻബേ ആയിരുന്നു. 2018 ഓഗസ്റ്റിൽ ആരംഭിച്ച വെള്ളിയാഴ്ച സമരത്തിന് 110 ആഴ്ച തികച്ച ദിനം കൂടിയായിരുന്നു 2020 സെപ്റ്റംബർ 25. അപ്പോൾ ഇതിൻ്റെ ഒപ്പം പറയുന്ന ഒരു ഫാക്റ്റ് കൂടെ നോട്ട് ചെയ്ത് പോവുക. ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി പോവുക. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വീഡിഷ് പാർലമെൻറ്റിന് മുമ്പിൽ ആരംഭിച്ച ഒരു സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ ത്യുൻബേ ആയിരുന്നു. 2018 ഓഗസ്റ്റിൽ ആരംഭിച്ച വെള്ളിയാഴ്ച സമരത്തിന് 110 ആഴ്ച തികഞ്ഞ ദിനം കൂടിയായിരുന്നു 2020 സെപ്റ്റംബർ 25. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ലോക ചെസ് കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ ആണ് 2021 ലോക ചെസ് കിരീടം നേടിയത്. 2021 ലോക ചെസ് കിരീടം നേടിയത് ആരാണ്? മാഗ്നസ് കാൾസൺ. അടുത്ത ക്വസ്റ്റ്യൻ, 2022 റോയൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യക്കാരനായ വാസ്തുശില്പി ബാലകൃഷ്ണ ദോഷിയാണ്. 2022 റോയൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യക്കാരനായ വാസ്തുശില്പി. അടുത്ത ക്വസ്റ്റ്യൻ, അഫ്ഗാനിസ്ഥാൻ സർക്കാരിനെ അട്ടിമറിച്ച് 2021 ഓഗസ്റ്റിൽ അധികാരം പിടിച്ചെടുക്കിയ സംഘടന താലിബാനാണ്. അഫ്ഗാനിസ്ഥാൻ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് 2021 ഓഗസ്റ്റിൽ അധികാരം പിടിച്ചടക്കിയ സംഘടനയാണ് താലിബാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീൻലാൻഡിൻ്റെ തീരത്തായി ലോകത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ ദ്വീപ് ക്വാക്കർടാഗ് അവനർ ലേഖാണ്. ഗ്രീൻലാൻഡ് തീരത്തായി ലോകത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ പുതിയ ദ്വീപാണ് ക്വാക്കർടാഗ് അവനർ ലേക്ക്. ക്വാക്കർടാഗ് അവനർ ലേക്കാണ് ഗ്രീൻലാൻഡിൻ്റെ തീരത്തായി ലോകത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ പുതിയ ദ്വീപാണ് ക്വാക്കർടാഗ് അവനർ ലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 1340ാമത്തെ പക്ഷിയിനമായി പ്രഖ്യാപിക്കപ്പെട്ട 3 ബാൻഡഡ് റോസ് ഫിഞ്ചിനെ കണ്ടെത്തിയ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. 3 ബാൻഡഡ് റോസ് ഫിഞ്ച് ഇതെവിടെയാണ് കണ്ടെത്തിയത്? അരുണാചൽ പ്രദേശിലാണ്. 1340ാമത്തെ പക്ഷിയിനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഈ ഒരു 3 ബാൻഡഡ് റോസ് ഫിഞ്ച്. കണ്ടെത്തിയ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അപ്പോൾ ഇന്ത്യയിലെ 1340ാമത്തെ പക്ഷിയിനമായി പ്രഖ്യാപിക്കപ്പെട്ട 3 ബാൻഡഡ് റോസ് ഫിഞ്ചിനെ കണ്ടെത്തിയ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഉൾക്കൊള്ളിക്കുന്നത്.
അപ്പോൾ ഞാൻ മുന്നമേ പറഞ്ഞിരുന്നു, നമ്മൾ HSAക്ക് വേണ്ടി എടുത്ത ടോപ്പിക്കുകൾ, അതായത് സിലബസ് വൈസ് HSAക്ക് വേണ്ടി ഒത്തിരി ക്ലാസ്സുകൾ ചെയ്തിരുന്നു. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെ 10th പ്രിലിംസിന് ആ ഒരു ഭാഗത്തു നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ടോപ്പിക് വൈസ് തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടതാണെങ്കിലും ആ ക്ലാസ്സൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കൂടുതൽ HSA കുട്ടികളാണെങ്കിൽ കൂടുതൽ സയൻസ് വിഷയങ്ങളൊന്ന് നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. ബാക്കിയെല്ലാം അത്യാവശ്യം നിങ്ങളുടെ പഠിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ പ്രിലിംസ് എക്സാമുകൾ മെയിൻസ് പോലെ അത്ര ബുദ്ധിമുട്ടുണ്ടാവാറില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് പാസ്സാവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നന്നായി തന്നെ പഠിക്കുക. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്